ഇസ്രായേൽ ആക്രമണത്തിൽ രക്തസാക്ഷിയായ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനിയുടെ മകൻ മുജ്തബ ഖാമിനിയെ തിരഞ്ഞെടുത്തു. ഇറാൻ പ്രസിഡന്റും സുപ്രീം കൗൺസിലും സൈന്യവും 56-കാരനായ മുജ്തബയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. മുജ്തബയുടെ നേതൃത്വം അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. പതിറ്റാണ്ടുകളായി ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ളയാളാണ് മുജ്തബ ഖാമിനി. പിതാവിനെ പോലെ അമേരിക്കയോടും ഇസ്രായേലിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഇതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ പൊതുജന വോട്ട് നേടുകയോ മുജ്തബ ഖാമിനി ചെയ്തിട്ടില്ല. ഇറാൻ വിപ്ലവം നടക്കുമ്പോൾ 19 വയസ്സ് മാത്രം പ്രായമായിരുന്നു മകൻ മുജ്തബയ്ക്ക്. 2009 വരെയും ഇറാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. ആ വർഷം നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകാലത്താണ് മകൻ മുജ്തബയെ കുറിച്ച് പുറം ലോകം അറിയുന്നത്. മഹ്മൂദ് അഹമ്മദിന്റെ ജാഥ വീണ്ടും ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അടിച്ചമർത്തപ്പെടാൻ മുജ്തബയും രംഗത്തുണ്ടായിരുന്നു. പിന്നീട് നജാദും മുജ്തബയും രണ്ടു ചേരികളിലായതാണ് ചരിത്രം. 30 വയസ്സ് വരെ ഇസ്ലാമിക് തിയോളജി പഠനം നടത്തിയ മുജ്തബ പിന്നീട് പുരോഹിതനാവുകയായിരുന്നു. 2019 ട്രഷറി വകുപ്പ് അദ്ദേഹത്തിന് നേരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2024 അസംബ്ലി ഓഫ് എക്സ്പോർട്ട് സംഘടിപ്പിച്ച മുജ്തബയായിരിക്കും ഖാമിനിയുടെ പിൻഗാമി എന്ന് പലരും സൂചന നൽകിയിരുന്നു. മുജ്തബ പിതാവ് അലി ഖാമിനിക്കൊപ്പമായിരുന്നു കുടുംബസമേതം താമസിച്ചിരുന്നത്. ശനിയാഴ്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ആദ്യ മണിക്കൂറിൽ തന്നെ ഖാമിനിയുടെ കൊട്ടാരത്തിൽ മിസൈൽ പതിച്ചു. ഖാമിനിക്കൊപ്പം കൊല്ലപ്പെട്ടവരിൽ മുജ്തബയുടെ ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. ഈ സമയം മുജ്തബ കൊട്ടാരത്തിൽ ഇല്ലായിരുന്നു. തലനാരിയടക്കാണ് മുജ്തബ രക്ഷപ്പെട്ടത്. മുജ്തബയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കുന്നതിന് അമേരിക്ക രംഗത്ത് വന്നു. തങ്ങളുടെ അനുമതിയോ താല്പര്യമോ പരിഗണിക്കാതെയാണ് ഇറാൻ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതെന്നും അധികനാൾ വാഴിക്കില്ലെന്നും ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി.